തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ PC വിശ്വനാഥ് മാധ്യമപ്രവർത്തകരെ കാണുന്നു. ഒപ്പം AP അനിൽകുമാറുണ്ട്. മുൻ KPC പ്രസിഡന്റുമാരെ എല്ലാം കാണാൻ ആഗ്രഹിച്ചു. അതിനോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന നിലയിൽ ഞങ്ങളെയും ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അവർ UDF നൽകിയ വിജയത്തിന് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വളരെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. കോൺഗ്രസ് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പ്രതിസന്ധികൾ ഇതിപ്പോൾ പ്രതിസന്ധിയല്ല, നല്ല വിജയമാണ് ഉണ്ടായത്. തീരുമാനം എടുക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, പാർട്ടി തീരുമാനം എടുക്കാൻ പോവില്ല, ഞങ്ങൾ പറയുന്നത് ശരിയല്ല. പാർട്ടി നേതൃത്വം എന്ത് തീരുമാനിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, മനസ്സിലാക്കിയിട്ട് പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായും സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന വേളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവരാലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. 8-9 ദിവസം മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന ഈ ബഹളത്തിനപ്പുറത്ത് ഹൈക്കമാൻഡിന് അറിയാൻ കൃത്യമായ ഉചിതമായ സമയത്ത് അവർ തീരുമാനം പ്രഖ്യാപിക്കും. എനിക്കറിയില്ല. നിങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളറിയുന്ന. എനിക്കറിയില്ല. ഞങ്ങളൊക്കെ MLA മാരല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നമാണ്. കോൺഗ്രസ് നേതൃത്വം ശക്തമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും. ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിന് അപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ ബഹളം വെക്കാറുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് പറയും. അതുപോലെ ഇതും നല്ല തീരുമാനം എടുക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ കൂടിയാണ് PC വിശ്വനാഥും AP അനിൽകുമാറും. അവർ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. രണ്ടുപേരും KCക്കൊപ്പം നിൽക്കുന്നവരെന്നാണ് KC ക്യാമ്പ് അവകാശപ്പെടുന്നത്. AP അനിൽകുമാർ ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായി തന്നെ ചില നീക്കങ്ങൾ നടത്തി എന്ന പരാതി VD സതീശൻ ക്യാമ്പിനുണ്ടായിരുന്നു. ഇതിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചതിൽ, അവരുടെ നിലപാട് തേടുന്നതിൽ VD സതീശൻ ക്യാമ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. പ്രത്യക്ഷത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നതിനാൽ അവരുടെ അഭിപ്രായം കേൾക്കരുത്, അവരുടെ അഭിപ്രായം തേടേണ്ട കാര്യമില്ല എന്ന നിലപാടായിരുന്നു VD സതീശൻ ക്യാമ്പ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അഭിപ്രായം കൂടി മുൻ പ്രസിഡന്റുമാരെ പോലെ നിലവിലെ KPCC നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തെ പോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായം തേടുന്നതിനാണ് AICC നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കമാൻഡ് പ്രതിനിധികളെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രണ്ടുപേരും ഏതാണ്ട് KCക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർ എന്ന് VD സതീശൻ ക്യാമ്പ് ആരോപിക്കുന്നവരാണ് ഈ രണ്ടുപേരും. അവരിപ്പോൾ ഈ ചർച്ചയ്ക്കായി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.